ദിവ്യ എസ് അയ്യരെ മാറ്റിയത് അദാനിക്ക് വേണ്ടി. വിഴിഞ്ഞം പോർട്ടിന്റെ ചുമതലയുണ്ടായിരുന്ന ദിവ്യ എസ് അയ്യർ IAS മാറ്റിയത് സതീശൻ അദാനിക്ക് വേണ്ടിയാണെന്ന് CPM ആരോപണം ഉന്നയിക്കുന്നു. KK രാഗേഷാണ് ഈ ആരോപണം ഉന്നയിക്കുന്നത്. വലിയ തോതിലെ ഗുരുതരമായിട്ടുള്ള ഈ ആരോപണത്തിന് തൊട്ടു പിന്നാലെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും രംഗത്ത് വന്നു. KK രാഗേഷ് എന്തെല്ലാം കാര്യങ്ങളാണ് ഇക്കാര്യത്തിൽ ആരോപിക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. ചാർട്ടേഡ് വിമാനത്തിൽ മംഗലാപുരത്തേക്ക് പോയി VD സതീശൻ അദാനി സംഘത്തെ കണ്ടതിന്റെ ഫലം ഓരോന്നായി പുറത്തു വരാൻ തുടങ്ങിയിരിക്കുന്നു. വകുപ്പ് ഏറ്റെടുത്തപ്പോൾ ധനകാര്യത്തോടൊപ്പം തുറമുഖവും മുഖ്യമന്ത്രി ഏറ്റെടുത്തത് യാദൃച്ഛികമല്ല എന്ന് ഇപ്പോൾ വ്യക്തമാകുന്നു. ഒരുപക്ഷെ മുഖ്യമന്ത്രി തന്നെ തുറമുഖ വകുപ്പും ഏറ്റെടുത്ത കേരള ചരിത്രത്തിലെ ആദ്യത്തെ മന്ത്രിസഭ. മാത്രമല്ല സ്വന്തം ഓഫീസിലെ സെക്രട്ടറിയെ തന്നെ തുറമുഖ വകുപ്പ് സെക്രട്ടറിയുമാക്കി മണിക്കൂറുകൾക്കകം നിയമിക്കുന്നു. വിഴിഞ്ഞം പോർട്ടിന്റെ വളർച്ചയിൽ തന്ത്രപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച ഡോക്ടർ ദിവ്യ എസ് അയ്യർ IAS രായ്ക്ക് രാമാനം സ്ഥലം മാറ്റുന്നു. പകരം വരുന്നതാകട്ടെ തുറമുഖവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ചൊന്നും കൃത്യമായ ധാരണയില്ലാത്ത പുതിയൊരാൾ. അദാനി പോർട്ട് അധികൃതർ ജൂൺ 29 വിഴിഞ്ഞം തുറമുഖത്തിന്റെ 49% ഓഹരി കൈമാറിക്കൊണ്ടുള്ള കരാറിൽ ഒപ്പിടുന്നു. തുടർന്ന് സെബിയുടെ അംഗീകാരത്തിനായി തിരക്കിട്ട നീക്കവും നടക്കുന്നു. മുഖ്യമന്ത്രി VD സതീശന്റെ താനൊന്നും അറിഞ്ഞില്ലേ എന്ന മട്ടിലുള്ള നിയമസഭയിലെ മറുപടിയും നാം കാണുന്നു. അതേറ്റുപിടിച്ച് ചില നിഷ്കളങ്ക മാധ്യമങ്ങളും രംഗത്തിറങ്ങുന്നു. അസൽ ക്രിമിനൽ ബുദ്ധി കൊള്ളാം. പൂക്കിമുഖ്യന്റെ അഭിനയങ്ങൾക്ക് പിന്നിൽ മറഞ്ഞിരിക്കുന്ന പ്രതിനായകന്റെ കപടമുഖം ഇനിയാണ് മറനീക്കി പുറത്തു വരാൻ തുടങ്ങുന്നത്. ഭരണം RSSന് പണയപ്പെടുത്താൻ ശ്രമിക്കുന്നത് പോലെ പൊതുമുതൽ അദാനിക്കും തീരെഴുതാനുള്ള എല്ലാ ഇടപാടുകളും നടന്നു കഴിഞ്ഞു. വിഴിഞ്ഞം കരാറിലെ വ്യവസ്ഥയിൽ അദാനി അധികൃതർ എന്തെങ്കിലും വിധത്തിലുള്ള വ്യതിയാനം വരുത്താൻ ശ്രമിച്ച ഘട്ടങ്ങളിലെല്ലാം അത് തടയുന്നതിന് സംസ്ഥാന താൽപര്യാർത്ഥം അതീവ ജാഗ്രതയോടെ ഇടപെട്ട ഉദ്യോഗസ്ഥയായിരുന്നു ഡോക്ടർ ദിവ്യ എസ് അയ്യർ. അദാനി അധികൃതർക്ക് ഇത് അന്നേ അത്ര രസിച്ചിരുന്നില്ല. അതുകൊണ്ട് ദിവ്യ എസ് അയ്യരെ തലസ്ഥാനത്ത് നിന്ന് മാറ്റാൻ പലതവണ നീക്കമുണ്ടായി. പോർട്ടിന്റെ കാര്യം നിങ്ങൾ നോക്കിയാൽ മതി, ഞങ്ങളുടെ ഉദ്യോഗസ്ഥരുടെ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്ന് അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഉറച്ച നിലപാടിന് മുന്നിൽ അദാനിയുടെ ഉദ്ദേശങ്ങളൊന്നും നടന്നില്ല. പുതിയ മുഖ്യമന്ത്രി ചാർജ് എടുത്ത ഉടനെ തന്നെ ആ ഉദ്യോഗസ്ഥയ്ക്ക് സ്ഥാനചലനം ഉണ്ടായിരിക്കുന്നു. മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ചാർട്ടേഡ് ഫ്ലൈറ്റിൽ എന്തിനാണ് മംഗലാപുരം യാത്ര നടത്തിയത്? ആ ഫ്ലൈറ്റിന്റെ വാടക ഇനത്തിൽ ലക്ഷക്കണക്കിന് രൂപ ആര് വഹിച്ചു? ഭരണമാറ്റം ഉണ്ടായ ഉടൻ തന്നെ തന്ത്രപ്രധാനമായ ഒരു പ്രോജക്റ്റിന്റെ മേധാവി ഡോക്ടർ ദിവ്യ എസ് അയ്യരെ സ്ഥലം മാറ്റി പകരം ഒട്ടും അനുഭവ പരിജ്ഞാനമില്ലാത്ത ഒരു ഉദ്യോഗസ്ഥനെ നിയമിക്കാനുള്ള കാരണം എന്താണ്? മുഖ്യമന്ത്രിയുടെ വാക്കാൽ അനുമതിയില്ലാതെ കരാർ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി ഓഹരി വിൽപ്പനയ്ക്കുള്ള കരാർ ഉണ്ടാക്കാനും തുടർ നടപടി സ്വീകരിക്കാനും അദാനി ധൈര്യപ്പെടില്ല എന്ന് തന്നെയാണ് കേരള സമൂഹം വിശ്വസിക്കുന്നത്. പലതവണ ചോദ്യങ്ങൾ ഉയർന്നെങ്കിലും ഒന്നിനും തന്നെ മുഖ്യമന്ത്രി കൃത്യമായി പ്രതികരിക്കുന്നില്ല. വിഴിഞ്ഞം തുറമുഖത്തിനായി സംസ്ഥാന സർക്കാർ 5400 കോടി രൂപ ചെലവഴിച്ചപ്പോൾ അദാനി ചെലവഴിച്ചത് 2400 കോടി രൂപ മാത്രം. 2400 കോടി രൂപ ചെലവഴിച്ച അദാനിക്ക് അവരുടെ 49% ഓഹരി കൈമാറ്റം ചെയ്യുന്നതിലൂടെ 13000 കോടിയിലധികം രൂപയാണ് ലഭിക്കാൻ പോകുന്നത്. ഈ ഇടപാടിൽ എത്ര കോടികളാണ് കൈമാറ്റം നടന്നു എന്നത് ഇതിൽ നിന്ന് തന്നെ ഊഹിക്കാൻ കഴിയും. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖങ്ങളിൽ ഒന്നാണ് വിഴിഞ്ഞം. MSC എന്ന ഷിപ്പിംഗ് കമ്പനി ഭീമൻ തുറമുഖ ഓഹരി കൈയടക്കുന്നതിലൂടെ വിഴിഞ്ഞം പോർട്ട് MSCയുടെ കയ്യിലാകും. മറ്റ് ഷിപ്പിംഗ് കമ്പനികൾക്ക് ഇവിടെ പ്രവേശിക്കാൻ MSC അനുമതി നൽകണമെന്നില്ല. അദാനിയുടെ മുന്ദ്ര പോർട്ടിലും MSCക്ക് ഓഹരിയുണ്ട്. സർക്കാരുമായി പങ്കാളിത്തമില്ലാത്ത മുന്ദ്ര പോർട്ടിലേക്ക് വിഴിഞ്ഞം പോർട്ടിലെ വരുമാനം മാറ്റുന്നതിനും ഇത് വഴിവെക്കും. പോർട്ട് വികസനത്തിനായി ഇടപെടുന്ന പൊതുമേഖലാ കമ്പനികളുടെയും വഴി അടയും. മാത്രമല്ല പോർട്ട് അനുബന്ധ വികസനങ്ങളുടെയും ഇത് ഗുരുതരമായി ബാധിക്കാൻ പോവുകയാണ് എന്നാണ് KK രാഗേഷ് പറയുന്നത്. അതിനിടെ ഓഹരി കൈമാറ്റം സർക്കാർ അറിഞ്ഞില്ല എന്നുള്ളത് പച്ചക്കള്ളമാണ് എന്ന വാദമുയർത്തി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇത് VD സതീശനുമായി അദാനി നേരത്തെ തന്നെ പറഞ്ഞുറപ്പിച്ച ഒരു ഡീൽ എന്നാണ് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. അദാനി ഗ്രൂപ്പ് വീണ്ടും സർക്കാരിന് കത്ത് നൽകി എന്താണ് ഒടുവിൽ വന്ന വാർത്ത. സർക്കാരിന് കത്ത് ലഭിച്ചോ ഇല്ലയോ അത് മുഖ്യമന്ത്രി വ്യക്തമാക്കേണ്ട കാര്യമാണ്. അദാനി കമ്പനി സർക്കാരിന് വീണ്ടും
കത്ത് നൽകിയതിലൂടെ ഓഹരി വിൽപ്പന സർക്കാരിൻ്റെ അനുമതി ലഭിച്ചാൽ മാത്രമേ സാധ്യമാകൂ എന്നത് അടിവരയിടുകയാണ്. സർക്കാരിൻ്റെ അനുമതിയില്ലാതെ ഓഹരി വിൽപ്പനക്കായി സെബിക്ക് നൽകിയ കത്ത് പിൻവലിക്കാൻ അദാനി കമ്പനി തയ്യാറായിട്ടില്ല. സർക്കാരിനെ വീണ്ടും സമീപിച്ച വിവരം സെബിയെ അറിയിക്കാനും അദാനി കമ്പനി തയ്യാറായിട്ടില്ല. ഇതിലെല്ലാം കമ്പനിയും സർക്കാരും തമ്മിലുള്ള ഒത്തുകളി ജനങ്ങൾ സംശയിച്ചാൽ തെറ്റില്ല. അടിയന്തരമായി വേണ്ടത് ഇക്കാര്യങ്ങളിലെല്ലാം സർക്കാർ വ്യക്തത വരുത്തലാണ്. വി ഡി സതീശൻ അധികാരമേറ്റ് 28ാം ദിവസമാണ് ദിവ്യ എസ് അയ്യരെ MD സ്ഥാനത്ത് നിന്ന് മാറ്റിയത്. ഇത് അദാനിക്ക് വേണ്ടി ആണ് എന്നുള്ള ആരോപണമാണ് CPM ഇവിടെ പ്രധാനമായും ഉന്നയിക്കുന്നത്.